കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ 450 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ട് ബഹുനില കെട്ടിടവും ആധുനികമായിട്ടുള്ള ചികിത്സാ പരിശോധനാ സംവിധാനങ്ങളും യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ദീർഘനാളുകളായിട്ടുള്ള നമ്മുടെ നാടെന്ന് പറയുമ്പോൾ എറണാകുളം ജില്ല മാത്രമല്ല, സമീപ ജില്ലകളും നമുക്കറിയാം. തെക്കൻ കേരളത്തിൽ റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്തുള്ള RCCയും, വടക്കൻ കേരളത്തിൽ നമുക്ക് മലബാർ ക്യാൻസർ സെൻറ്റർ. അപ്പോൾ മധ്യ കേരളത്തിലെ ജില്ലകളെ ഉൾക്കൊള്ളുന്ന ഒരു ക്യാൻസർ സെൻറ്റർ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി കിഫ്ബിയിലൂടെയാണ് കഴിഞ്ഞ സർക്കാർ 450 കോടി രൂപ അനുവദിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ തുടക്കകാലത്ത് 2016 നവംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊച്ചിൻ ക്യാൻസർ കെയർ സെൻറ്ററിൻ്റെ പേഷ്യൻ്റ് കെയർ വിഭാഗം OP ഉൾപ്പെടെയുള്ളവ ആരംഭിച്ചിരുന്നു. മെഡിക്കൽ കോളേജിലാണ് ഇത് ആരംഭിച്ചത്. 10 വർഷം മുൻപ് സർക്കാർ ആരോഗ്യ മേഖലയിൽ ആരംഭിച്ച മിഷനാണ് ആർദ്രം. ആർദ്രത്തിൻ്റെ ലക്ഷ്യം രോഗത്തിന് മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാൻ പാടില്ല. രോഗത്തിൻ്റെ ചികിത്സ ഒരാളെയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഏർപ്പെടുത്താനായി പാടില്ല. മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ രോഗാതുരത കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നവകേരള കർമ്മ പദ്ധതി 2ൻ്റെ ഭാഗമായി ആർദ്രം മിഷനിൽ നമ്മൾ 10 കാര്യങ്ങൾ വിഭാവനം ചെയ്തു. അതിലൊന്ന് ക്യാൻസർ പ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി സൂചിപ്പിച്ചു, ഓരോ വർഷവും 65,000 കേസുകളിലധികം, 65,000 മുതൽ 70,000-ൽ പരം കേസുകൾ കേരളത്തിൽ പുതുതായിട്ട് ക്യാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭൂരിപക്ഷം ക്യാൻസർ കേസുകളും 4-ാമത്തെയോ 5-ാമത്തെയോ ഫേസിലാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാൻസർ ചികിത്സ, ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ചികിത്സ സർക്കാർ സംവിധാനത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം ആരംഭിച്ചു. റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്ത് ഇനി തൊട്ടടുത്ത ആഴ്ച ബഹുമാനപ്പെട്ട CM അവിടെ 14 നിലകളിലുള്ള പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ്. മലബാർ ക്യാൻസർ സെൻറ്ററിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അതിവിപുലമായിട്ടുള്ള പുതിയ അടിസ്ഥാന സൗകര്യം, പുതിയ ബ്ലോക്കുകൾ അവിടെ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് CCRC അതിമനോഹരമായി നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒരു കെട്ടിടം മാത്രമല്ല, ആധുനികമായിട്ടുള്ള എക്യുപ്മെൻസോടുകൂടി, ഏറ്റവും ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ഇത് നാടിനായി, ജനങ്ങൾക്കായി സമർപ്പിക്കപ്പെടുന്നത്. ഈ നാടിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ഇത്.